ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ശരിയോ തെറ്റോ എന്ന ചർച്ച ഒരുപാട് നാളുകളായി സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. പുരുഷ താരങ്ങളെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമ്പോൾ സ്ത്രീകൾ സൂപ്പർ താരങ്ങളാകുമ്പോൾ ലേഡി എന്ന് എടുത്തു പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ വിഷയത്തിലെ ഒരു ആക്ഷേപം. എന്തുകൊണ്ട് സിമ്പിളായി സ്ത്രീകളെയും സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൂടാ എന്നതാണ് ചോദ്യം. മലയാളത്തിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് മഞ്ജു വാര്യരെ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. ഉർവശിയാണ് യഥാർത്ഥ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നവരും ഒരുപാടുണ്ട്. തമിഴിൽ നോക്കിയാൽ നയൻതാരയെയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ പലപ്പോഴും ഈ വിശേഷണം താരങ്ങൾക്ക് ഒരു ഭാരമായി മാറാറുണ്ട് എന്നതാണ് സത്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് നയൻതാര. തന്റെ പേരിനൊപ്പം ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് ചേർത്ത് ഇനി വിളിക്കരുത് എന്നാണ് നയൻതാര ആവശ്യപ്പെടുന്നത്. എല്ലാവരും സ്നേഹത്തോടെയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിളിക്കുന്നതെന്നും നിങ്ങൾ സ്നേഹത്തോടെ തന്ന കിരീടം പോലെയാണ് അതിനെ കാണുന്നതെന്നും പക്ഷേ ഇനി മുതൽ തന്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുമാണ് നയൻതാര പറയുന്നത്. ഒരു നടി എന്ന നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിലും തന്റെ പേരാണ് തന്നെ പ്രതിനിധീകരിക്കുന്നതെന്നും ആ പേര് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും നയൻതാര വിശദീകരിക്കുന്നുണ്ട്. പ്രേക്ഷകർ സ്നേഹത്തോടെ നൽകുന്ന സ്ഥാനങ്ങളും അഭിനന്ദനങ്ങളും ഒന്നും വിലമതിക്കാനാവില്ല എന്നും പക്ഷേ ഇത്തരം വിശേഷണങ്ങൾ പ്രേക്ഷകരിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ തന്നെ വേർതിരിക്കും എന്നാണ് നയൻതാരയുടെ പക്ഷം. എല്ലാ പരിമിതികളും മാറ്റിവെച്ച് പ്രേക്ഷകരോട് തന്നെ ചേർത്ത് നിർത്തുന്നത് സിനിമയാണെന്നും അത് സ്നേഹത്തിന്റെ ഭാഷയാണെന്നും നയൻതാര കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവാഹ ഡോക്യുമെന്ററിയും നടൻ ധനുഷുമായുള്ള പ്രശ്നങ്ങളെയും തുടർന്ന് സമീപകാലത്ത് നയൻതാര സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ധനുഷുമായുള്ള ഒരു തുറന്ന യുദ്ധമാണ് നയൻതാര നടത്തിയത്. നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ ഉപയോഗിക്കാൻ ധനുഷ് അനുവാദം നൽകിയില്ല എന്ന് വ്യക്തമാക്കിയാണ് അന്ന് നയൻതാര രംഗത്തെത്തിയത്. പിന്നാലെ തങ്ങളുടെ പേഴ്സണൽ ഡിവൈസുകളിൽ ഉണ്ടായിരുന്ന ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന്റെ ഭാഗമായി ധനുഷ് 10 കോടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതും വാർത്തയായി. തുടർന്ന് ഈ താരയുദ്ധം വൻ ചർച്ചയാവുകയും ചെയ്തു. ധനുഷിന് പിന്നാലെ മറ്റൊരു നിർമ്മാതാവും രംഗത്തെത്തി എന്ന വാർത്തയും വന്നു. രജനീകാന്തും നയൻതാരയും കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ വീഡിയോയും ഫോട്ടോയും ഉപയോഗിച്ചതിന് നിർമ്മാതാവ് 5 കോടി ആവശ്യപ്പെട്ട് നയൻതാരയും വിഘ്നേഷ് ശിവനും ഉടമസ്ഥരായ റൗഡി പിക്ചേഴ്സിന് നോട്ടീസ് അയച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ തങ്ങൾ അത്തരത്തിൽ ഒരു നോട്ടീസും റൗഡി പിക്ചേഴ്സിനും നയൻതാരയ്ക്കും അയച്ചിട്ടില്ല എന്ന് 2015 റിലീസ് ചെയ്ത ചന്ദ്രമുഖിയുടെ പ്രൊഡക്ഷൻ ഹൗസായ ശിവാജി പ്രൊഡക്ഷൻസ് വ്യക്തമാക്കുകയായിരുന്നു. NOC ആവശ്യപ്പെട്ട് നയൻതാര അയച്ച കത്തും അതിന് ശിവാജി പ്രൊഡക്ഷൻസ് സമ്മതം അറിയിച്ച് ഒപ്പുവെച്ച പ്രൂഫും ഇതിന് പിന്നാലെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും നയൻതാരയുടെ പുതിയ പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്നത്. നയൻതാരയുടെ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ X അക്കൗണ്ടിൽ നിറയുകയാണ്. ഇതിനോടൊന്നും നയൻതാര ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.